സർ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. സർ, എങ്ങനെയാണ് ഈ ഒരു സമീപനത്തെ നോക്കിക്കാണുന്നത്? പാകിസ്ഥാൻ എന്നും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയാണ്. പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യയുടെ സൈന്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ അവർക്ക് തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്. 48, 65, 71, 99, പിന്നെ ഈ സർജിക്കൽ സ്ട്രൈക്കുകളായിട്ട് നടന്ന എപ്പോഴാണെങ്കിലും അവർക്ക് സൈന്യവുമായിട്ട് നേർക്കുനേരെ വന്നപ്പോഴെല്ലാം പാകിസ്ഥാൻ ആർമിക്ക് തോൽവിയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവരതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ സൈന്യമായിട്ട് നേർക്കുനേരെ ഇടപെടാതിരിക്കുകയും സിവിലിയൻസിനെ ഈ ആയുധങ്ങളില്ലാത്ത സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഫക്റ്റ് അത് തന്നെ കിട്ടും. നാട്ടിൽ ബഹളം ഉണ്ടാവും, ആളുകൾ വിചാരിക്കും ഞങ്ങളെ എല്ലാം ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇൻസെക്യൂരിറ്റി ഇന്ത്യയിൽ അവർക്ക് ആവശ്യമുള്ള അവർ ആഗ്രഹിക്കുന്ന ഇൻസെക്യൂരിറ്റി അത് ഉണ്ടാക്കാനും കഴിയും. അതാണ് അവരുടെ ഈ 78 വർഷമായിട്ട് അവർ പഠിച്ചത് അതാണ്. അപ്പോൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് താമസിക്കുന്ന ഗ്രാമങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. നിയന്ത്രണ രേഖ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്, വളരെ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. അതിൽ നിയന്ത്രണ രേഖ എന്ന് പറയുമ്പം അതിൽ ഒരു പോസ്റ്റ് നമ്മൾ ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ആ പോസ്റ്റിനെ നമ്മൾ ആ പോസ്റ്റ് വിട്ട് മാറുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ഓപ്പറേഷൻ ചെയ്താലേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. നിയന്ത്രണ രേഖ എന്ന് പറയുന്നതാണ്. അന്താരാഷ്ട്രീയ ബൗണ്ടറി എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഇങ്ങനത്തെ യൂണിലാറ്ററൽ ചേഞ്ചസ്, ഏകപക്ഷീയമായിട്ടുള്ള മാറ്റങ്ങൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇത് നിയന്ത്രണ രേഖ എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഇന്ത്യൻ ആർമിയെ എവിടെയെങ്കിലും വീക്കൻ ചെയ്യാവുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ബോർഡറിൽ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുള്ള ഷെല്ലിങ് കാരണം. വഴി ഡിസ്റ്റർബ്ഡ് ആവുന്നു, റോഡ് ഡിസ്ട്രോയിഡ്, ലാൻഡ്സ്ലൈഡ് ഉണ്ടാക്കാം, വണ്ടി പോകാതിരിക്കാൻ വെക്കാം. നാട്ടുകാർ പോയി കഴിയുമ്പോഴത്തേനും ഇന്ത്യൻ ആർമിയുടെ നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ലോജിസ്റ്റിക് സപ്പോർട്ട് കിട്ടുന്ന അതൊക്കെ ഇല്ലാതാക്കാം. അതിനൊക്കെയാണ് അവർ പ്രൈമറിലി ആദ്യം വരെ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അതിനൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ആളുകളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പഴിക്കും, ഇന്ത്യൻ ആർമിയെ പഴിക്കുമല്ലോ, നിങ്ങൾ ചെയ്തിട്ടല്ലേ ഇവരിത് ചെയ്യുന്നത്, പഴിക്കുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശം കൂടെയാണ്. പക്ഷെ ഇതൊന്നും ആക്ച്വലി സംഭവിക്കുന്നില്ല. ഇന്ത്യൻ ആർമിയെ വിശ്വാസമാണ്. ആക്ച്വലി നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് താമസിക്കുന്നവർക്ക് ഇന്ത്യൻ ആർമിയെ വളരെ വിശ്വാസമുണ്ട്. അതേ ഏരിയയിൽ താമസിക്കുന്നതാണ്. അൺലൈക്ക് പാകിസ്ഥാൻ്റെ ആർമിക്കാരും പാകിസ്ഥാൻ്റെ ഉദ്യോഗസ്ഥരും താമസിക്കുന്ന പോലെയല്ല ഇന്ത്യൻ ആർമിയുടെ ആൾക്കാർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അത് കാരണം ലോക്കൽസുമായിട്ട് ഒരുപാട് കോണ്ടാക്റ്റ് ഉള്ളത് കാരണം പരസ്പര വിശ്വാസം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ടാർഗറ്റിംഗ് അവരുടെ ട്രെയിനിങ് അനുസരിച്ച് പാകിസ്ഥാൻ അത് ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവാറും ഇത് സഫലമാകാറില്ല. ടാർഗറ്റിംഗ് ചെയ്യുന്നത് ഈ പ്രാക്ടീസ് ഉള്ളത് കാരണം മാത്രമാണ്. സർ, കഴിഞ്ഞ ദിവസം കാണ്ഡഹാർ വിമാനാവാഞ്ചലിന്റെ സൂത്രധാരനായ അബ്ദുൾ റൌഫ് അസറിനെ അടക്കം ഇന്ത്യ വകവരുത്തിയിരുന്നു. എങ്ങനെയായിരിക്കും ഭീകരവാദികളുടെ പ്രതികരണം? അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലാണ്. അബ്ദുൾ റൌഫിനെ ഉണ്ടാക്കി വിട്ട് ആദ്യം വല്ല ഈ ടെററിസ്റ്റ് വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും മോട്ടിവേഷനും കൊടുത്ത് വിട്ട ഓർഗനൈസേഷനാണ് ജയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ തയ്യബ എന്നൊക്കെയുള്ളവരെ. ഈ ഓർഗനൈസേഷൻസിനെ ഉണ്ടാക്കി വിട്ടതും പാകിസ്ഥാൻ്റെ ആർമിയും ഇൻ്റലിജൻസ് ഏജൻസീസുമാണ്, ISI ഒക്കെയാണ്. അപ്പോൾ ഈ റൌഫ് ഒരു ഇൻഡിവിജ്വലാണെന്നുള്ളതിൽ അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ മരിച്ചു പോയതുകൊണ്ട് അല്ലെ അയാളെ വധിച്ചത് കൊണ്ട് വലിയ വ്യത്യാസമല്ല വരുന്നത്. പക്ഷേ ഈ ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസ്, ഓർഗനൈസേഷൻ്റെ സർവൈവൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും അത് പാകിസ്ഥാൻ അത് പറയും ഞങ്ങളുടെ പള്ളി ടാർഗറ്റ് ചെയ്തെന്നും ഞങ്ങളുടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തെന്നും അതിൻ്റെ പ്രതികാരത്തിനാണ് അവർ ഇന്ത്യയിൽ അടുത്ത ഭീകര സംഭവമുണ്ട്, ഭീകര ആക്രമണം ചെയ്യുന്നതെന്നൊക്കെ പാകിസ്ഥാൻ അത് പറയും. പക്ഷേ അതിൽ നിന്നും വലിയ കാര്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനുണ്ട്. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ പ്രഖ്യാപിതമായ നയമാണ് ഇന്ത്യയെ തകർക്കുക എന്നുള്ളത്. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്.
അൽത്താഫ് ഈ റൌഫ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. അയാൾ മരിച്ചുകൊണ്ട് ആക്ച്വലി ആ ഓർഗനൈസേഷന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓർഗനൈസേഷൻ വിൽ സ്റ്റിൽ സർവൈവ് ആൻഡ് ഓർഗനൈസേഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒറിജിനൽ ഉദ്ദേശം. അതിൽ കുറേ നേതാക്കളെങ്കിലും ഈ ആക്രമണത്തിൽ, മിസൈൽ ആക്രമണത്തിൽ മരിച്ചു കാണും. കുറേ അതിനുള്ള ലീഡർഷിപ്പ് വാക്യൂം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. സർ, ഭീകരപ്രവർത്തനങ്ങൾ നടത്തി സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഒളിക്കാമെന്ന ഭീകരരുടെ ചിന്തകൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇനി ഇന്ത്യക്ക് നേരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർക്ക് പാഠമായിരിക്കും ഓപ്പറേഷൻ. തീർച്ചയായും 2016 മുതൽ നമ്മൾ ഇന്ത്യ വളരെ റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും നമ്മൾ പാകിസ്ഥാനോ ലോകത്തിനോ കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, നമ്മളുടെ നാട്ടിൽ കയറി നമ്മുടെ നാട്ടുകാരെ ശല്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ നാട്ടുകാർക്കെതിരെ ദ്രോഹം ചെയ്യുന്നവരെ നമ്മൾ വെറുതെ വിടില്ല എന്നാണ്. ഈ വെറുതെ വിടില്ല എന്ന് വീരവാദം പറയുന്നതിനും നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിനും വ്യത്യാസങ്ങളുണ്ട്. എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെപ്പറ്റി, ഈ കയറി വന്ന് ആക്രമിച്ചവരെ അല്ലെ കയറി വന്ന് ദ്രോഹിച്ചവരെ പറ്റി നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവണം. നമുക്കവരെ ട്രാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അവരുടെ റിപ്പോർട്ട്സൊക്കെ അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അത് ഈയിടെ കുറേ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ആ ഉണ്ടാക്കി വരുന്നതിൻ്റെ കഴിവാണ് നമ്മളിപ്പോൾ ഇവരെ കണ്ടുപിടിച്ച്, അവരുടെ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച്, അവരുടെ ആൾക്കാർ കേന്ദ്രത്തിലുണ്ട് എന്നുള്ള സമയം കണ്ടുപിടിച്ച് ആ സമയത്ത് നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭീകരവാദി ഗ്രൂപ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുക്കില്ല. ഒളിച്ചിരിക്കാൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പിന്നെ ഇല്ല, നിങ്ങളെ നശിപ്പിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിനും കൊടുക്കുന്നത്. സർ, അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം മേഖലയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? ഇന്ത്യൻ സൈന്യം പെർസെ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഇത് ഒരു 70-70 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ്. നമ്മൾ ഈ നിയന്ത്രണ രേഖയും അതിർത്തി രേഖയും മാനേജ് ചെയ്യുന്നത് ഒരു 70-78 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. 48 മുതലേ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ അതിർത്തി മേഖലകൾ വരുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അതിർത്തി മേഖലകൾക്ക് അപ്പുറത്ത്, പാകിസ്ഥാൻ അകത്ത് ഇൻ്റലിജൻസ് കളക്ഷനും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും നമ്മൾ ഇനിയും ഊർജിതപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലൊരു തിരിച്ചടി വേണ്ടി വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻ്റലിജൻസ്, അതിൻ്റെ ഇൻഫർമേഷൻ, അതിനുള്ള ഇൻപുട്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടിരിക്കും. അതിനായിട്ട് നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.